السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى وسلام على عباده الذي اصطفى أما بعد. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിന്റെ പത്തിന്റെ ആദ്യത്തെ നോമ്പായ 11ാമത്തെ നോമ്പിലാണ് നാം ഇവിടെ നിലകൊള്ളുന്നത്. എന്നിരിക്കെ ഈ 11ാമത്തെ നോമ്പിൽ നാം നിലകൊള്ളുമ്പോൾ 12ാമത്തെ തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഫീ ലൈലത്തി സാനിയത്തി അശറ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, 12ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ജാഅ യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നതാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ, വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദരി. 14ാം രാവിന്റെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ നല്ല ശോഭയോടെ പ്രസന്നതയോടുകൂടി അവന്റെ മുഖം 14ാം രാവിന്റെ ചന്ദ്രൻ ശോഭയോടെ ഉദിച്ചു നിൽക്കുന്നത് പോലെ നാളെ ഖിയാമത്ത് നാളിൽ അവൻ കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഏത് 12ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, വിശുദ്ധമായ ഖുർആനിലൂടെ നാളെ ഖിയാമത്ത് നാളില് ഒരു കൂട്ടം ആളുകള് കടന്നു വരുന്ന അവരുടെ മുഖങ്ങൾ എങ്ങനെയാണെന്ന് അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ നല്ല സന്തോഷവാനായിക്കൊണ്ട് നല്ല മുഖപ്രസന്നതയോടെ നല്ല പ്രസന്നതയോടുകൂടിയുള്ള മുഖവുമായി ഒരു കൂട്ടം ആളുകൾ കടന്നു വരും. ചില ആളുകളുടെ മുഖങ്ങൾ കറുത്തിരുണ്ടുകൊണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിലും കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ അബസയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോ എന്നാൽ നാളെ ഇന്നത്തെ തറാവീഹ് നമസ്കാരം 12ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരുമ്പോ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുന്നത് പോലെയുള്ള മുഖവുമായിട്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ അവൻ കടന്നു വരുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് സമയത്ത് പോയി നിർവഹിക്കുക, പാഴാക്കി കളയരുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഇബാദത്തുകൾ ചെയ്ത് പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിലും ഇബാദത്തുകളിൽ നോമ്പുകളിലുമായി രാത്രികളിലെല്ലാം ഇബാദത്തുകളിലായി നമ്മൾ കഴിഞ്ഞുകൂടി പരിശുദ്ധമായ റമളാനിനെ വേണ്ട രീതിയിൽ നാളെ ആഖിറത്തിന് വേണ്ടി നമ്മൾ മുതലെടുക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.